നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 തരം ഇൻസ്റ്റൻറ്റ് അച്ചാറുകളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നെല്ലിക്കയും ചെറുനാരങ്ങയും മാങ്ങയും റെഡിമെയ്ഡ് അച്ചാർ പൊടി വെച്ചിട്ടാണ് നമ്മളിവിടെ അച്ചാറിന് തയ്യാറാക്കുന്നത്. അമ്മയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അച്ചാറിനായിട്ട് 10 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 ചെറുനാരങ്ങയും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മാങ്ങയും. അപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നെല്ലിക്ക പുഴുങ്ങിയ ശേഷം കുരു കളഞ്ഞ് ചെറിയ കഷ്ണാക്കിയതാണ്. നാരങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മളിവിടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അതൊരു 1/2 കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വിനാഗിരി ആവശ്യമുണ്ട്. പിന്നെ ഒരു 12 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഒരു 5 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നെല്ലിക്കയിലേക്ക് 2 ടീസ്പൂണോളം അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചൊർക്ക, അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചെറുനാരങ്ങയിലേക്കും അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം. അച്ചാറിന് വേണ്ടുന്ന എരിവും പുളിയും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാറും തയ്യാറായി. മാങ്ങയിലേക്കും നമ്മൾ അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ചൊർക്ക, വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ടി വരില്ല. കാരണം ഓൾറെഡി പൊടിക്ക് ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയ ശേഷം എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ അച്ചാർ 3ഉം തയ്യാറായിട്ടുണ്ട്. നമ്മളിത് അച്ചാർ പൊടി വെച്ച് തയ്യാറാക്കുന്നതായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് തയ്യാറാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.